സാർ നമ്മുടെ കഥാപാത്രത്തിന്റെ പേര് ബൈജു എന്നാണ്. ബൈജു ഞാനേ സങ്കല്പിച്ചോ. സാർ ഈ ബൈജു എന്ന് പറഞ്ഞാൽ ഭയങ്കര കാമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എടാ കാമടാ ശാന്തം അതല്ലായിരുന്നില്ലേ അനിയെ സർട്ടിഫിക്കറ്റ് ആക്കല്ലേ. അങ്ങനെ ഈ കാമായിട്ടുള്ള ബൈജുവിന് ഒരു കാമുകിയുണ്ട് സാർ. തമന്നെ ഫിക്സേ സമുദ്രയായാലും തമന്നെ മതി സാറേ. എന്ത് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ റെഡിയാണ് കേട്ടോ. അങ്ങനെ സമാധാനമായി പൊക്കൊണ്ടിരിക്കുന്ന ബൈജുവിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് ആപ്പിലാവുകയാണ് സാർ. ഓ ബൈജു സാർ. നിന്നെ വെച്ചാ ഞാൻ ആപ്പിലാവും. അങ്ങനെ നമ്മുടെ ബൈജുവിന്റെ അച്ഛൻ ജവാൻ അടിച്ചടിച്ച് വൃക്ക തകരാറിലാവുകയാണ് സാർ. അങ്ങനെ വൃക്ക കിട്ടാണ്ടായപ്പോ സ്വന്തം കാമുകി പോലും അറിയാതെ അവളുടെ വൃക്ക എടുത്ത് അവൻ അച്ഛനെ കൊടുക്കുകയാണ് സാർ. ഇറങ്ങിപ്പോടാ. ചെക്കനും പെണ്ണിനും ഒന്ന് രണ്ട് സംസാരിക്കാനുണ്ടെങ്കിൽ 3-4 ഒക്കെ സംസാരിക്കട്ടെ. പണ്ണ് തന്നെ കൊട്ടിത്തേവാങ്കേ കോലം കെട്ടിത്തുള്ളാതെ ഇട്ടവട്ട പൂജ്യം സംസാരിച്ചിട്ട് അച്ഛനല്ലേ അത്? ഒരച്ഛനേ ഉള്ളൂ. പെണ്ണാണെന്നാരും നോക്കുല പൊടി പോക്കിരിയെ ഒന്നച്ചം കാണിച്ചാലില്ലം കാണൂല. സോറി ഒറ്റ മോളല്ലേ? പുതുമഴ പെയ്യൂല. കൊച്ചി പച്ചാളത്തൊരു മട്ടി കുരച്ചാൽ ചുമ്മാ കൊക്കി പാറാതെ മാമുണ്ടായിരുന്നു. ചില്ലി ഫ്രൈ ആയി വെട്ടി വിഴുങ്ങും ഞാൻ. കൊട്ടിത്തേവാങ്ങാതെ ഇട്ടവട്ട പൂജ്യം മുട്ടയിടിക്കും ഞാൻ. ഉമ്മ കൊടുക്കണോ? വേറെ പ്രേമൊന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു, പക്ഷെ അവൻ സീരിയസ് അല്ലായിരുന്നു. ഇനി സീരിയസ് ആവുകയാണെങ്കിൽ കല്യാണത്തിന് തലേന്നൊന്നും പറഞ്ഞാലല്ലേ ലോൺ എടുത്തിട്ടൊക്കെയാ കല്യാണം നടത്തുന്നത്. പണ്ടേ സ്വീകരിക്കില്ല ശരമയ്യേണ്ട. ഇഷ്ടായതൊക്കെ നഷ്ടായി, ബെസ്റ്റായതൊക്കെ ലോസ്റ്റായി. അമ്പിനും വില്ലിനും അടുക്കാത്തൊരെണ്ണം വന്നു കേറിയപ്പോ കഷ്ടായി. പച്ചക്കവള്ളു പറഞ്ഞില്ലെന്നോ അവരിപ്പോ 7-8 ഒക്കെ സംസാരിച്ചെന്നു. എനിക്കിപ്പോ ഗ്രോത്തില്ലെന്നോ കുളിച്ചിട്ട് മറ വേറെ തോർത്തില്ലെന്ന്. വർക്കത്തിൽ എന്നെ ഇറപ്പ ഞാൻ ആളും പുറത്തല്ല കാണണ വെറുപ്പാ. പെണ്ണി ബോർഡ് ദോശ വയ്ക്കും മടുപ്പാ. ഡെയിലി ഇങ്ങനെ വിളിക്കല്ല മടുപ്പാ. അളിയ എന്റെ കയ്യിലുള്ളതും നിന്റെ കയ്യിൽ ഇല്ലാത്തതും എന്തോന്നറിയോ? എന്താ? പണം. ബിക്കോസ് ഐ ആം വെരി റിച്ച്. അളിയരുണ്ട് ആരടാ? നിനക്കില്ലാത്തതും എനിക്കുള്ളതും പെണ്ണ്. ജോണി എസ് പപ്പയുടെ മോന് പെണ്ണില്ല. എങ്ങോട്ടാ? മുകളിലോട്ട്. എന്തിന്? അമ്മാവൻ ഇവിടെ ICU അഡ്മിറ്റ് ആണ്, ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ? ICU? ഇത് ലോഡ്ജാണോ? ലോഡ്ജാ? അത് പിന്നെ ഇന്ന് ICU റൂമിലോട്ട് മാറ്റുമെന്ന് പറഞ്ഞില്ല. ഇവിടെ ആയിരിക്കും റൂം എടുത്ത്. റൂം നമ്പർ ഏതാ? നിന്ന് വണ്ടി ഓടിക്കാണ്ട് നമ്പർ പറയൂ. റൂം നമ്പർ 110 അല്ലേ? കറക്റ്റ് 110. റൂം നമ്പർ 110. എന്നാ അങ്ങനെ ഒരു മുറിയിലില്ല. ഇപ്പോഴത്തെ യുവതലമുറയുടെ അപ്പൻ എന്താണ് പറയുന്നത്? വളരെ മോശം അഭിപ്രായം. ഞാൻ ഒരു ദിവസം നോക്കിയപ്പോ ഒരു ആണും ഒരു പെണ്ണും അവിടെ വന്നിരിക്കുന്നു. ഇരുന്നെന്ന് പറഞ്ഞെന്തോ? എന്റെ സുബേറെ, നീ ആരോന്ന് പറഞ്ഞല്ലേ? യൂട്യൂബർ. എന്റെ ചൂപ്പാടില്ല, എനിക്ക് പോടാ. മോളൊന്നുമല്ലല്ലോ അവിടെ വന്നിരുന്ന് തനിക്ക്
കിടന്ന് ചൊറിയാ ആരുടെ മോളാണെങ്കിലും ചൊറിയൂടാ ഇപ്പോഴത്തെ പിള്ളേരുടെ കാണും. റോഗിനിടയിൽ നടന്ന സംഘർഷത്തിൽ അപ്പൂപ്പൻ അഗാധത്തിൽ പൊളന്നെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈ വീഡിയോ ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അപ്പൂപ്പൻ ചത്തിട്ടില്ല. സഹോദരനെ മനസ്സിലായി ഇങ്ങനെ ഒരു സഹോദരമുള്ള പറഞ്ഞില്ല. അയ്യോ, ഞാനൊരു യൂട്യൂബറാണ്. താങ്കൾ ജീവിതത്തിൽ എന്ത് നേടി? കുറെ ഊക്ക് നേടി. ചേട്ടന്റെ ഫ്രണ്ട്സിനോട് എന്താണ് പറയുന്നത്? നീയൊക്കെ ഊക്കുമ്പോ ഞാൻ എന്താ തിരിച്ചു ഊക്കാത്തറിയോ? അതിന്റെ ഡബിൾ ഊക്ക് എനിക്ക് കിട്ടും. സംഗീതത്തിൻ സംഗീതോയത്തിൻ മഞ്ഞുറഞ്ഞുരുളാണ് മുള്ളേലാണ്. 110 ഇല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും റൂം അടിക്കാൻ പോകും. അമ്മാനെ വിളിച്ചു ചോദിക്കാം, അപ്പൊ കറക്റ്റായിട്ട് അറിയാലോ. വിളിച്ചാ കേക്കണ്ടേ? അമ്മാവന്റെ ചെവിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കല്ലേ? എല്ലാം കൂടെ ഒറ്റ ദിവസം ആയി കഴിഞ്ഞാൽ എന്തോ ചെയ്യും. അമ്മാവന്റെ പേരെന്തോ? അമ്മാവന്റെ പേരെന്താന്ന്? അമ്മാവന്റെ പേരെന്താന്ന് പറഞ്ഞു കൊടുക്ക്. നിന്റെ അമ്മാവനല്ലേ? എന്റെ അമ്മാവന്റെ പേരില്ലേ? പേരുണ്ട്, പക്ഷെ ഞാൻ എന്റെ അമ്മാവനെ പേരെടുത്ത് വിളിക്കാറില്ല. അതൊക്കെ പൊട്ടിയതൊക്കെ ചോദിക്കുക. ഇയാളാരാ? ഞാൻ അവിടുത്തെ മാനേജർ. മാനേജറായിരുന്നോ? എന്നിട്ടാണ് അത്രയും പാചപടി. പോയി 2 റൂം ഇടറാ. റൂം ഇടറാന്നാ? പോയി 2 റൂം ഇടറോ. ഇത് മാധവേട്ടൻ അറിയണം. എടാ 2 പേർ പാല് കുടിച്ചിട്ടാണോ? ഈ പഞ്ചായത്തിൽ നിന്ന് പാല് വന്നിട്ടില്ല, വന്നെല്ലാം പിരിഞ്ഞു പോയി. എന്നാ നീ നമ്മുടെ പശുവിന്റെ പാല് ഇറക്ക്. എനിക്കിപ്പോ പശുവിന്റെ അകടി പിടിക്കാൻ ഒരു മൂടില്ല. അല്ല, പാലിറക്കാൻ ഒരു മൂടില്ല. രാത്രി കഴിച്ചിട്ട് കാണും. ഒരു ബെഡ്ഷീറ്റ് ഒരു തവണ വിരിക്കാൻ പറ്റൂ. സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. സഹായം അവന് സഹായിക്കാൻ മുട്ടിയിരിക്കുക. മതുപോയി നമ്മുടെ ജിത്തുമോൻ കാശിയാലൊക്കെ ആ കല്ല് പുറത്തൊന്നുമില്ല, നീ ഒരച്ചോ. ചേട്ടാ എന്തു ചെയ്യുന്ന? ജിത്തുവിന് ഇതൊക്കെ ഇഷ്ടമാന്നേ ഇല്ലടാ. മോള് പോക്കോ, ജിത്തുവിന് ചേട്ടൻ നോക്കാം. ആ മതി മതി, നീ കഴിവ്. Om zimam zimam bing bing bo, tum 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 sastena se, taar chimak de chati se. Om zimam zimam bing bing bo.